ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്, ചോക്ലേറ്റ് കപ്പ് കേക്ക്. എൻ്റെ മോളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെയ്തിരിക്കുന്നത് അവളാണ്. അപ്പോൾ ഈ കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 1.5 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1.5 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കുറച്ചധികം സമയം എടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാലിലേക്ക് 2 ടീസ്പൂൺ സുർക്ക ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ബട്ടർ മിൽക്ക് റെഡി ആയിക്കോളും. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട ചേർക്കാം. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പതഞ്ഞ് പൊങ്ങി വരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. കൂടുതൽ പൊങ്ങാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. ബട്ടർ മിൽക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർക്കാം. വളരെ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹാൻഡ് മിക്സർ നിർബന്ധമില്ല. കാരണം സാധാരണ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉണ്ടെങ്കിൽ പോലും ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് കൂടുതൽ മുട്ടയൊന്നും പതപ്പിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന കേക്കല്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ബാക്കിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ പകുതി പകുതിയായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. 165 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. കൺവെക്ഷൻ മോഡിലാണ് വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് 165 ഡിഗ്രിയിൽ നമുക്കിത് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവൻ ഹീറ്റായി വരുന്ന സമയം കൊണ്ട് കപ്പ് കേക്കിനുള്ള ലൈനേഴ്സ് ഒരു ട്രേയിൽ നിരത്താം.
രണ്ടെണ്ണം വെച്ചിട്ട് ലൈനേഴ്സ് ഈ ട്രേയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കപ്പ് കേക്കിൻ്റെ മൗൾഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണം വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ ട്രേയിൽ വെക്കുന്നതുകൊണ്ടാണ് രണ്ടെണ്ണം വെച്ചിട്ട് വെക്കുന്നത്, അതല്ലെങ്കിൽ ഇത് പരന്നു പോവും. കപ്പ് കേക്ക് ലൈനേഴ്സ് നിരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ കേക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവൻ കപ്പിലും ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം. ഓവൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 22 മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കപ്പ് കേക്ക് റെഡിയാകുന്ന സമയം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കാം. ബട്ടർ ക്രീമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് ബട്ടർ ചേർത്ത് നന്നായിട്ട് ബട്ടറിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഇതിനും ഹാൻഡ് മിക്സർ വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഹാൻഡ് വിസ്കോ ഫോർക്കോ ഉണ്ടെങ്കിൽ തന്നെ ബട്ടർ നമുക്ക് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. ബട്ടർ നന്നായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. 1/3 കപ്പ് കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതായത് ഒരു കപ്പിൻ്റെ 1/3 ഭാഗം കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും കൊക്കോ പൗഡറും വാനില എസൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പഞ്ചസാര ഇങ്ങനെ എല്ലായിടത്തേക്കും തെറിക്കും. അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബട്ടർ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ബാക്കിയുള്ള കപ്പ് കേക്കും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കപ്പ് കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് മാറ്റിയ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലൊന്ന് ക്രീം ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. കപ്പ് കേക്കിൻ്റെ ടിന്നില്ലാതെയും നമുക്കിതുപോലെ വളരെ ഈസി ആയിട്ട് കപ്പ് കേക്ക് റെഡിയാക്കാം. കപ്പ് കേക്ക് മൗൾഡ് ഇല്ലയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ഇതിൻ്റെ പ്രത്യേകത. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. മാത്രമല്ല നിങ്ങൾക്കിത് ഓവനിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ പ്രഷർ കുക്കറിലോ അതല്ലെങ്കിൽ അലൂമിനിയം തട്ട് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. കാരണം നമ്മളിത് കപ്പ് കേക്ക് മൗൾഡിലല്ല വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.